ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ കടുവ ഇന്നലെ കണ്ട സ്ഥലത്ത് നിന്ന് മാറി നിരീക്ഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്ന് എരുമേലി റേഞ്ച് ഓഫീസർ ഹരിലാൽ പറഞ്ഞു. മിനിഞ്ഞാന്ന് ഒരു മണിയാകുമ്പോൾ ഒരു കേഴ പിടിച്ചു. കേഴ ഭയങ്കര കാർച്ചായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ നോക്കി കേഴ പേടിച്ചിട്ടാണ് കാരണമാണ്. പക്ഷേ കേഴ പിടിച്ചു. പിന്നെ ഒരു 10 മിനിറ്റോളം കാർച്ച കേട്ടു. അത് കഴിഞ്ഞ് അനക്കമില്ല. അപ്പോൾ കടുവ അവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. അപ്പോൾ ഇന്നലെ ഫോറസ്റ്റുകാരൊക്കെ വരുമ്പം അവരിങ്ങനെ നോക്കി കടുവയെ കണ്ടില്ല. അപ്പോൾ ഇന്നലെ കുറേ നേരം കഴിയുമ്പം മേളിക്കയറിയപ്പം അവരൊക്കെ കടുവയെ കണ്ടു. ഈ തൊട്ടടുത്ത് കുഴിയാണേ, നല്ല ചാലുള്ള കുഴിയാണ്, വെള്ളമുണ്ട് അവിടെ. അപ്പം ഇവന് കാല് വയ്യാത്തതുകൊണ്ട് അവിടെ. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ഇന്നലെയാണ് കടുവ ജനവാസ മേഖലയിൽ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കടുവയ്ക്ക് വേണ്ടി ഇവിടെ കൂട് ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി കടുവ കൂട്ടിൽ അല്ലെങ്കിൽ കെണിയിൽ വീണിട്ടില്ല. ഇന്ന് രാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തേക്ക് എത്തി ഇവിടെ ഒരു പരിശോധന നടത്തിയിരുന്നു. എന്നാൽ പരിശോധനയിൽ നേരത്തെ കണ്ട സ്ഥലത്ത് കടുവയില്ല എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയാണ് ഈ മേഖലയിൽ നടന്നത്. ആ ഭാഗത്താണ് ഇന്നലെ ഏതാണ്ട് ഒരു 11 മണിയോടുകൂടി കടുവയെ കണ്ടത്. ഇന്നലെ രാത്രി വനംവകുപ്പ് നടത്തിയ പരിശോധനയിലും അവിടെ കടുവയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും ഡ്രോൺ ഉപയോഗിച്ച് ആ മേഖലയിൽ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ അവിടെ ഇപ്പോൾ കടുവയില്ല എന്നുള്ളതാണ്. പക്ഷേ കടുവ അധിക ദൂരം പോകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. വിഷ്വൽ വെച്ച് ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പരിക്കേറ്റ ഒരു ഇതുണ്ട്. അതിനൊരു കാലിനൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്, നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോൺ വെച്ച് സർവൈലൻസ് ചെയ്യാണ്. നമ്മൾ തെർമൽ വെച്ച് നോക്കും. തോട്ടം മേഖലയാണ്. തോട്ടം തൊഴിലാളികളടക്കം ഈ മേഖലയിലൂടെ കാൽനടയായി നടക്കുന്നതാണ്. അപ്പോൾ ഈ ഭാഗത്തൂടെയുള്ള യാത്രകൾ ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രാമ്പി LP സ്കൂൾ തൊട്ട് സമീപത്ത് തന്നെയാണ്. സ്കൂളിൽ നിന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു നിയന്ത്രണങ്ങൾ, പ്രത്യേകിച്ച് തോട്ടം മേഖലയായതുകൊണ്ട് തന്നെ ഈ ഡിവിഷനിൽ തോട്ടം തൊഴിലാളികൾക്ക് ജോലി ഒഴിവാക്കി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വനംവകുപ്പ് കരുതുന്നത് കടുവ ക്ഷീണിതനാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരുപക്ഷെ കൂട്ടിൽ വീണാൽ പോലും അതിന് മതിയായ ചികിത്സ ആവശ്യമായി വരും. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.